സംഗീത് എന്ന് പറഞ്ഞാണ് അവർ അത് ആക്ച്വലി പറയുക. അപ്പൊ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ? ആത്മാവും പ്രകൃതിയും അത് ഒന്ന് തന്നെയാണ്. മനുഷ്യനും പ്രകൃതിയും എന്ന് പറയുന്നത് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. ഇപ്പൊ നമ്മൾ സാധാരണ ചുറ്റുവട്ടത്തേക്ക് നോക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളും എൻ്റെ ജനലിനപ്പുറത്തേക്ക് കാണുന്ന വാഴയും മരവും, അതിനപ്പുറത്തെ ഒരു കാര്യമാണ് പ്രകൃതി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരേ പരമാത്മാവിൻ്റെ പ്രതിഫലനങ്ങളാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നതിലൂടെ ദൈവത്തെ അറിയാം എന്നൊക്കെയുള്ളതാണ് അദ്ദേഹത്തിന്റെ വേദാന്ത തത്വം. ഗീതാഞ്ജലിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി എന്ന് നമുക്കറിയാം. ഈ ഗീതാഞ്ജലി വായിച്ചാൽ ഇന്നും സാധാരണ ബംഗാളികളെ കുറിച്ച് പറയും, ഗീതാഞ്ജലിക്കപ്പുറത്തേക്ക് വളർന്നിട്ടില്ല, അല്ലെങ്കിൽ രവീന്ദ്ര സംഗീതത്തിനപ്പുറത്തേക്ക് അദ്ദേഹം പോയിട്ടില്ല. അതുവരെ പോയിട്ടില്ല എന്ന് പറയുന്നത് അതൊരു താഴ്ത്തിപ്പറയൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിലുണ്ടെല്ലാം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഭയമില്ലാത്ത മനസ്സ്. എവിടെ മനസ്സ് ഭയരഹിതമായിരിക്കുന്നുവോ അവിടെ മനുഷ്യന് തലയുയർത്തി നിൽക്കാം. ഇതാണ് ടാഗോറിന്റെ ഒരു ചിന്തയുടെ എസൻസ് എന്നൊക്കെ പറയാം. കാരണം ഹലോ ഭയമില്ലായ്മ സർ. ഉപനിഷത്തുകളിലൊക്കെ. ഹലോ അദ്ദേഹം നമ്മുടെ സർ. ഗസ്റ്റ് വന്നിട്ടുണ്ടോ? നമ്മുടെ ഗസ്റ്റ് റെഡിയാണ്. ഓക്കെ ഓക്കെ, സന്തോഷം. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം സർ സംസാരിച്ചതിന്. നമുക്ക് അസ്ലം തെഞ്ഞിക്കുളം സാറിനെ സ്വാഗതം ചെയ്യാം. സർ പ്ലീസ്. ഹലോ, ഹലോ സർ. കാണാൻ പറ്റണ്ട? യെസ്. ലൈറ്റിന്റെ ഞാൻ വീട്ടിലല്ല, ഞാൻ പോകുന്ന വഴിയിൽ ഞാനൊരു ട്രെയിനിങ്ങിന് പോവാണ്. പോകുന്ന വഴിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കയറിയതാണ്. ഹലോ, കേൾക്കാൻ പറ്റുമല്ലോ? കേൾക്കുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്തോളൂ സാർ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സോ ഇങ്ങനെ ഒരു വലിയ അവസരം തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒരു വളാഞ്ചേരി എത്തി. അവിടുന്ന് ഡ്രസ്സൊക്കെ മാറി ഒക്കെ ഫ്രഷ് ആവാനൊക്കെ എനിക്ക് 10 മണിക്ക് ക്ലാസ് ആണ്. അതിന്റെ അടുക്കാണ് ന്യൂസിയാമ്മ വിളിക്കുന്നത്. വലിയൊരു ഏതായാലും പിന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് എന്നോട് എന്റെ ആദ്യത്തെ ചോദ്യം, ഇവിടെ എന്റെ മുമ്പിൽ ഷുഗർ ഉള്ളവരാരൊക്കെ ഉണ്ട്? മൈക്ക് ഓണാക്കി പറഞ്ഞേക്ക്. ഷുഗർ ഉള്ളവരാരൊക്കെ ഉണ്ട്? ഞാനുണ്ട്. ആരും ഒന്നും പറഞ്ഞില്ലേ? ഞാനുണ്ട്. പിന്നെ യെസ്, ഞാനുണ്ട്. യെസ്, ഞാനുണ്ട്. ഞാന് എന്റെ ഇന്നത്തെ ടോപ്പിക്കിന് പേരിട്ടേക്കുന്നത് ഷുഗർ എന്നുള്ളതാണ്. നമ്മളെ ലൈഫിൽ നമുക്ക് ഷുഗർ വേണം എന്നുള്ള അഭിപ്രായം. പക്ഷെ ഞാൻ ചോദിച്ച ഷുഗറും ഈ ഷുഗറും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ള. ഷുഗറിന്റെ ആദ്യത്തെ എസ് എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്. നമ്മളെ ലൈഫിൽ വേണ്ട, അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴും നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ മുറുകെ പിടിക്കേണ്ട, അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ പലപ്പോഴും നമുക്ക് എന്തൊക്കെ ഈ പറയുന്ന അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ട്രെയിനേഴ്സിന് പോലും ഒരു 80% പോലും കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം പലപ്പോഴും മിസ്സാവുന്ന ഒന്നാണ്. അതിൽ സിജി എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ പലപ്പോഴും നമ്മള് ജോലിയെ കുറിച്ച് പറയും. നമ്മള് ഒരു കംഫർട്ട് സോണാണ് ശരിക്കും ഗവൺമെന്റ് ജോലി എന്ന് ഞാൻ പറയാം. എന്റെ മുമ്പിലുള്ളവർക്ക് വേണമെങ്കിൽ എതിർക്കാം. നമ്മളെ ലൈഫിൽ നമുക്ക് ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറണം എന്നാണ്. നമ്മളെപ്പോഴും ജോലി വേണം, ജോലിയെ കുറിച്ച് ചിന്തിക്കണം, ജോലിയെ കുറിച്ച് PSC എഴുതണം, അല്ലെങ്കിൽ ഇതുപോലത്തെ എക്സാം ഒക്കെ എഴുതണം. അതിലപ്പുറത്തേക്ക് നമ്മളൊരു ജാക്മയുടെ ഒരു കിടിലൻ സെന്റൻസ് ഉണ്ട്, നമ്മളൊരിക്കലും ഒരു ശമ്പളം വാങ്ങുന്നവനാവരുത്, ശമ്പളം കൊടുക്കുന്നവനാവണം എന്നുള്ളത്. ശമ്പളം വാങ്ങുന്നവനാവുന്നതിന്റെ അപ്പുറത്ത് ശമ്പളം കൊടുക്കുന്നവനാവുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളും ഗുണങ്ങളുണ്ട്. ഭയങ്കര എന്ന് വെച്ചാൽ ജോലി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ കംഫർട്ട് സോണാണ്.
അപ്പോ ആ, നമുക്കിപ്പോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. അസ്ലം തേഞ്ഞിപ്പലം എന്ന് പറയുന്ന ഈ അവതാരം ഈ ഭൂമിയിൽ ലിമിറ്റഡ് എഡിഷനാണ്. ഒരു പ്രാവശ്യം ജനിച്ച് ഒരു പ്രാവശ്യം മരിക്കുന്നവന്. എനിക്ക് US പോകണം എന്ന് തോന്നിയാൽ എനിക്ക് US പോകണം. എനിക്കൊരു ബെൻസ് വാങ്ങണം എന്ന് തോന്നിയാൽ എനിക്ക് ബെൻസ് വാങ്ങണം. എനിക്ക് പിന്നെ പിന്നെ എന്താണ് യൂറോപ്പ് കാണണം എന്ന് വെച്ചാൽ ഒരു മാസത്തെ ട്രിപ്പിന് ഞാൻ കഴിഞ്ഞ ആഴ്ച അന്വേഷിച്ചു. ഒരു മാസത്തെ ട്രിപ്പിന് യൂറോപ്പ് ഏകദേശം 14 കൺട്രീസിൽ ഏകദേശം അവർ പറയുന്നത് 8 ലക്ഷം രൂപയാണ്. അങ്ങനെ പടച്ചോൻ തന്നെ ശരിക്കും ഞാൻ ചോദിക്കുന്ന ഞാൻ പറയും, നമ്മൾ മരിച്ചു ചെല്ലുമ്പോ പടച്ചോൻ ചോദിക്കും, എടാ നീ എന്താണ് ഈ നിന്നെ ഒരു ഒറ്റ പ്രാവശ്യമുള്ള ഒരു ലിമിറ്റഡ് എഡിഷൻ നിനക്ക് തന്നിട്ട് ഞാൻ ഈ ഭൂമിയിൽ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ടില്ലേ, അത് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, പിന്നെ അവിടെ ഒന്നും പോവാതെ അവിടെ ഒന്നും കാണാതെയാണോ അങ്ങോട്ട് തിരിച്ചു? എന്റെ മുമ്പിലുള്ളവരോട് ചോദ്യം, നിങ്ങൾ എത്ര രാജ്യം സന്ദർശിച്ചു എന്നുള്ളത്. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചില ആൾക്കാർക്ക് എന്താ ഒരുപാട് രാജ്യം സന്ദർശിക്കലാണോ ജീവിതത്തിൽ വലിയ സംഭവം? അതും വലിയൊരു സംഭവം തന്നെയാണ്. നല്ല കാറ് യൂസ് ചെയ്യുക എന്നുള്ളത് വലിയ സംഭവം തന്നെയാണ്. നമ്മളെ ആഗ്രഹങ്ങൾ നടത്താൻ നമുക്ക് നല്ലൊരു വീട് വേണം എന്നുള്ളത് നല്ല സംഭവം തന്നെയാണ്. നമ്മൾക്ക് ഒരു നല്ല ഡ്രസ്സ്, ഒരു ട്രെയിനിങ്ങിനാണെങ്കിൽ നമ്മളെ ജോലിക്ക് പോകുമ്പോൾ ഒരു CKയുടെ അല്ലെങ്കിൽ ടോമിയുടെ ഒരു ഡ്രസ്സ് വാങ്ങണം എന്ന് തോന്നിയാൽ അതിനും അത് നമ്മൾ എത്ര പേര് പിന്നെ എക്സാമ്പിൾ ആയിട്ട് ഒരു ജോലിക്കാരുടെ മാക്സിമം ഞാൻ ഒരു ആർഗ്യുമെന്റ് ടോപ്പിക്കാണ് കേട്ടോ. പിന്നെ നമ്മളെ ജോലിയുള്ള എത്ര പേര് ബെൻസ് യൂസ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ബെൻസ് യൂസ് ചെയ്യുന്ന വലിയ സംഭവമാണെന്ന് ജീവിതത്തിൽ നമ്മളെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പിന്നെ കംഫർട്ട് സോൺ CZ വലിയൊരു ടോപ്പിക്, വലിയൊരു ഒരു മെസ്സേജ് നമ്മൾ എപ്പോഴും പറഞ്ഞു. CZ to CZ ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോ. CZ to CZ എന്ന് പറഞ്ഞാൽ CZ എന്ന് പറഞ്ഞാൽ കംഫർട്ട് സോണിൽ നിന്ന് ചാലഞ്ച് സോണിലേക്ക് നമ്മൾ മാറണം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ബിസിനസ്സിലേക്ക് പിന്നെ പലരും ചിന്തിക്കണം. അതിനാണ് ഞാൻ ഈ ഷുഗറിന്റെ ബിസിനസ് എന്നല്ല, നമ്മളെ ലൈഫിൽ ഉണ്ടാവേണ്ട വലിയ സംഗതിയാണ്. അത് ചെറിയ രീതിയിൽ തന്നെ തുടങ്ങിയാൽ ഒരു നമ്മളെ പാരന്റ്സ് മീറ്റിംഗിൽ, മക്കളുടെ പാരന്റ്സ് മീറ്റിംഗ് നമ്മൾ പോകുന്നു. ആ പാരന്റ്സ് മീറ്റിംഗിൽ നമ്മൾ അടുത്തായിട്ട് നമ്മളെ മക്കൾ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ഭയങ്കരമായിട്ട് നമ്മളെ തള്ളി മറിച്ചിട്ടുണ്ടാവും. അസ്ലം തേഞ്ഞിപ്പലം എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നെ നൂസിയ മാഡം എന്ന് പറയുന്ന എൻ്റെ ഉമ്മ പിന്നെ ഭയങ്കര ട്രെയിനറാണ്, സിജിയിൽ അറിയപ്പെടുന്ന ആളാണെന്നൊക്കെ. നമ്മുടെ ഷെഫ്ന എന്ന് പറയുന്നത് പിന്നെ നിലമ്പൂരിലെ അറിയപ്പെടുന്ന ഡോക്ടറെ വൈഫാണ്. എൻ്റെ ഉപ്പ ഡോക്ടറാണ്, എൻ്റെ ഉമ്മ അറിയപ്പെടുന്ന ട്രെയിനറാണ്, സൈക്കോളജിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ആ പാരന്റ്സ് മീറ്റിംഗ് നിൽക്കുമ്പോൾ അടുത്തതായിട്ട് നമ്മുടെ എന്നെ കുട്ടിയുടെ പാരന്റ് ആയിട്ടുള്ള ഷിഫ്നയെ ഞാൻ 2 വാക്ക് സംസാരിക്കാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് നമുക്ക് എന്താ ഞാൻ പറയാ, പെട്ടെന്ന് എന്നെ വിളിച്ചാൽ എന്താ ചെയ്യാ എന്നുള്ളത്. പിന്നെ നമ്മൾ അങ്ങനെ പേടിച്ചു നിന്നാൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇപ്പൊ ലൈഫിൽ ഇപ്പൊ അസ്ലം തേഞ്ഞിപ്പലത്തിന് ഇപ്പൊ ആളെത്തിയിട്ടില്ല, ഒന്ന് വരണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എനിക്ക് കോൺഫിഡൻസിനെ കുറിച്ച് ഞാനും എൻ്റെ മക്കളെ കുറിച്ചാണെങ്കിലൊക്കെ ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സാധനം. അത് ലൈഫിലാണെങ്കിലും നമ്മുടെ ജോലിയിലാണൊക്കെ. ജോലി രാജിവെക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ സൈഡിൽ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് നമുക്ക് ഒരു ബെൻസ് വാങ്ങണമെന്ന് തോന്നിയാൽ, ഒരു യൂറോപ്പിൽ യാത്ര ചെയ്യണമെന്ന് തോന്നിയാൽ, വീട്ടില് മക്കള് പറഞ്ഞിട്ട് ഒരു നട്സ് വേണം, 2000 രൂപ കിലോന്റെ ഒരു നട്സ് വേണം എന്ന് പറഞ്ഞാൽ 2 കിലോ നട്സ് വീട്ടിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് ജോലിക്കാരുടെ മൈൻഡ് സെറ്റ് നമുക്കാണ് സമ്മതിക്കൂല. അപ്പം ആ ഫാമിലിയെ കൂട്ടിയിട്ട് പിന്നെ ഒരു യൂറോപ്പ് ട്രിപ്പ് പോകണം തോന്നിയാൽ ഇതൊന്നും 90%, 10% ഇപ്പൊ വേണമെങ്കിൽ പറയാം ഞങ്ങളെ സ്കൂളിൽ ഇന്ന ആള് ടൂർ പോകണില്ലേ എന്നല്ലെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ജോലി വേണ്ടാന്നൊന്നും ജോലിയെ കുറിച്ച് കുറ്റം പറയുന്നില്ല. പക്ഷെ അതിൽ നിന്ന് അപ്പുറത്തേക്ക് ലൈഫിൽ നമ്മൾ കുറച്ചുകൂടി ചാലഞ്ച് എടുത്ത് കുറച്ചുകൂടി കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങണം. അത് ആദ്യത്തെ ഷുഗറിന്റെ ആദ്യത്തെ S എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്. രണ്ടാമത്തെ U എന്ന് പറയുന്ന യൂണീക്നെസ് ആണ്. എല്ലാവരും ഒരു വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ ഒരു സാധാ PSC കുറിച്ച് ചിന്തിക്കുമ്പോൾ, എല്ലാവരും പിന്നെ സാധാ ഒരു B.Ed കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു യുണീക്നെസ് ഉണ്ടാവുക, വ്യത്യസ്തമാവുക എന്നുള്ളതാണ് U എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നമ്മൾ പറയല്ലേ ഈ പിന്നെ പൊന്തക്കെട്ടൊരു പിന്നെ പുഴയില് പിന്നെ ഇങ്ങനെ നീന്തുന്ന ഒരു പൊന്തക്കെട്ട് പോലെ താഴോട്ട് തിരിച്ച് അല്ലെങ്കിൽ നമ്മൾ താഴോട്ട് ഒരു പുഴ ഒഴുകുന്ന പുഴയിൽ താഴോട്ട് നീങ്ങുന്നതിനെയാണ് യുണീക്നെസ് എന്ന് പറയുന്നത്. എല്ലാവരും താഴോട്ട് നീന്തുമ്പോൾ പിന്നെ നമ്മൾ അതിൽ നിന്ന് തികച്ചും ഒരു വ്യത്യസ്തമായിട്ട് മുന്നിലോട്ട് നീങ്ങുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞത് നമ്മളൊരു പേഴ്സണൽ വ്യത്യസ്തനാവുക എന്നുള്ളതാണ്. എല്ലാവരും പിന്നെ ഒരേ രീതിയിൽ നീന്താതെ വ്യത്യസ്ത നമ്മളൊരു ബ്രാൻഡ് ആവുക എന്നുള്ളതാണ്. സിജിയില് ഞാൻ എപ്പോഴും പറയും, ഒരു 4-5 പേര് പിന്നെ ബ്രാൻഡായിട്ടുള്ള 4-5 പേര് വേണം എന്ന് സാറോട് അസ്ലം തേഞ്ഞിപ്പലം വിളിച്ചിട്ടുണ്ട്. ഒരു 5 ബ്രാൻഡായിട്ടുള്ള ആൾക്കാർ വേണം എന്ന് പറഞ്ഞാൽ
നമ്മുടെ സിറ്റിയിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന, വ്യത്യസ്തമായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള എത്ര പേരുണ്ട് എന്ന് സെഡ്ഡയുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് അവിടെ യുണീക്നെസ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ സാധാ ഒരു ട്രെയിനർ ആണ്, എന്റെ മുമ്പിൽ പല ട്രെയിനേഴ്സ് ഉണ്ടാവും. ട്രെയിനർ ആണെങ്കിൽ നമ്മളൊരു ക്ലീശേ സാധനം പറയാതെ, ഒരു പാരന്റിങ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാവരും എല്ലായിടത്തും ചെന്നാല് പിന്നെന്താണ് റോൾ മോഡൽ ആവണം, അല്ലെങ്കിൽ പിന്നെ എക്സ്പ്രസീവ് ആവണം, പിന്നെ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഏജിൽ ഈ ക്ലീശേ സാധനം പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഫസ്റ്റ് ഒരു കൊല്ലം എടുത്തോണ്ടും അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ 2 പാരന്റിംഗ് നടക്കുന്ന 2 വ്യത്യസ്ത ട്രെയിനേഴ്സിനെ അവർ എടുക്കുന്നതാണ്. അപ്പൊ കഴിഞ്ഞ വർഷം പറഞ്ഞ അതേ സാധനം പറയും, ജീവിതത്തിൽ വ്യത്യസ്തമാവുക എന്നുള്ള. നിങ്ങൾക്ക് എങ്ങനെ ജീവിതത്തിൽ വ്യത്യസ്തമാകും എന്നുള്ളതാണ്. ഈ ഷുഗറിന്റെ എസ് എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്, യു എന്ന് പറയുന്നത് യുണീക്നെസ് ആണ്, പിന്നെ ജി എന്ന് പറയുന്നത് നമുക്ക് ഗോളാണ്. ഗോൾ നമ്മൾ പുതിയ കുട്ടികളോടാണ് നമ്മൾ നമുക്കും വേണം, കുട്ടികളല്ലാത്ത നമുക്കും ഒരു ഗോള് വേണം. നമ്മൾക്ക് ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ നമ്മളുടെ പിന്നെ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ്, ഞാൻ എപ്പോഴും പറയണ്ട, ഹാപ്പിനെസ്സിന് നമുക്ക് ഗോൾ സെറ്റ് ചെയ്തേ മതിയാവും. ഞാൻ 2030 ഞാൻ എന്തായാലും എന്റെ ജോലിയുടെ കൂടെ തന്നെ ഒരു പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഞാൻ ഇന്നലെ ഞാനൊരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു. ഞാൻ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അത് ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട്. അത് എക്സ്പോർട്ട്, കേരള ഗവൺമെന്റ് ഫ്രീ ആയിരുന്നു, ഫുൾ ഫ്രീ, അടിപൊളി. കേരളത്തിലെ അല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ട്രെയിനേഴ്സ് കോഴിക്കോട് വന്നിട്ട് പിന്നെ എക്സ്പോർട്ട് ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനായിരുന്നു ചർച്ച. അത് അവിടെ പോയപ്പോൾ നമുക്കൊരു തെരപ്പ് അങ്ങോട്ട് കൊടുക്കുകയാണ്. കാരണം ഈ പലരും എക്സ്പോർട്ട് ബിസിനസ് ഒക്കെ തുടങ്ങി. ഇപ്പൊ എന്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് കൊണ്ടോട്ടിൽ, അവന്റെ 160 കോടിയുടെ ആസ്തിയാണ്. അവനൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ്. അവൻ ഫ്രൂട്ട്സ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നലെ അവിടെ പോയപ്പോൾ ഞാൻ എന്റെ മൈൻഡിലുള്ള കുറെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്, എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ ഞാൻ തീരുമാനിച്ചു 2028 എനിക്ക് പിന്നെ എക്സ്പോർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ചെറുതായിട്ടാണെങ്കിൽ ഒരു 100 കിലോ ആണ് എന്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് എങ്കിലും അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. 100 കിലോ എന്ന് വെച്ചപ്പോ ഞാൻ ചോദിച്ചു, ഞാൻ അവിടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു ട്രെയിനോട് ചോദിച്ചു, എന്റെ കയ്യിൽ പ്രൊഡക്റ്റ് 100 കിലോ ഉണ്ട്, അതിന് പിന്നെ അത് പിന്നെ അത് ഫ്ലൈറ്റിൽ കൊടുത്തേക്കാം, അതുപോലെ ഷെൽഫ് ലൈഫ് ഇല്ലാത്ത പെട്ടെന്ന് സാധനം കേട്ടുവരുന്ന സാധനമാണെങ്കിൽ ഫ്ലൈറ്റിൽ കൊടുക്കുക, അങ്ങനത്തെ എല്ലാ ഡൗട്ടുകളും അവർ ക്ലിയർ. നമ്മളെ ലൈഫിൽ ഒരു ഗോൾ ഉണ്ടോ എന്നുള്ളതാണ്. 2030 ഞാൻ 5 രാജ്യം, ഞാൻ എന്റെ ലൈഫിൽ 11 രാജ്യത്തിൽ ഞാൻ പോയിട്ടുണ്ട്. 2030 ഞാൻ എന്റെ എടുത്ത ഗോള് 20 രാജ്യം 2030 ആകുമ്പോഴേക്കും എത്തും. അപ്പൊ ഇതിലൊക്കെ എന്നെ മുമ്പ് ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു പുച്ഛം ഉണ്ടാവും. അതായത് ഇങ്ങനെ കുറെ 20 രാജ്യത്ത് പോലാണ് ജീവിതത്തിൽ, അങ്ങനെ ചില ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ പലപ്പോഴും നമ്മള് പറയാറുണ്ട്. ലൈഫില് പിന്നെ കാശുണ്ടാവലല്ല ലൈഫിലെ ഏറ്റവും വലിയ സംഗതി, കാശുണ്ടാക്കലല്ല വലിയ സംഗതി എന്നൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നു കാശുണ്ടാക്കൽ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗതി. കാരണം സമാധാനമാണ് ഏറ്റവും വലിയ സംഗതി എന്നൊക്കെ ചില ആളുകൾ. സമാധാനം എന്നുള്ളത് കാശുണ്ടാകുമ്പോൾ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് സമാധാനം. സമാധാനത്തിന് നിങ്ങളുടെ സമാധാനക്കുറവിന്റെ 90% റീസൺ നിങ്ങൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ, അല്ലെങ്കിൽ റീസൺ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ 90% നമ്മളിപ്പോ പടച്ചോൻ അഡീഷണൽ ആയിട്ട് തരുന്ന അസുഖങ്ങളും മറ്റത് വെച്ചാൽ ചിലപ്പോൾ അത് നമുക്ക് പിന്നെ മാറ്റി നിർത്താം. 10% നമുക്ക് മാറ്റി നിർത്താം. അല്ലാത്ത 90% സമാധാനത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കാശാണ്. ചില ആൾക്കാർ കാശല്ല ജീവിതത്തിലെ സംഗതി, കാശ് തന്നെയാണ് ജീവിതത്തിലെ സംഗതി. നമ്മളെ മക്കള് നമ്മളെ സ്കൂളിൽ നിന്നും ടൂർ പോകണം, ഇപ്പച്ചി എന്റെ മോള് പറഞ്ഞു 10,000 റുപ്യാണ് ടൂർ, കാശ്മീരാണ് ടൂർ പോകണം, 10,000 റുപ്യാണ് പെർ ഹെഡ് എന്ന് അങ്ങനെ പറഞ്ഞ മക്കൾക്ക് സ്കൂളായിട്ട് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ. അപ്പൊ അതുകൊണ്ട് കാശ് അതില്ലെങ്കിൽ, അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ പിന്നെ സമാധാനം ഉണ്ടോ, അവർക്ക് ടെൻഷനായി. അത് കൊടുക്കാൻ പറ്റാത്ത നമുക്ക് ടെൻഷനായി. പിന്നെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ സംഗതികൾ നോക്കുക. നമുക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിലെ വണ്ടി, കാറ്, കുറെ കാലമായിട്ട് കാറ് മാറ്റാൻ പറ്റില്ല, കാശില്ല, എന്താ വണ്ടി വഴി കൊടുക്കുന്നു. ജീവിതത്തിൽ എന്ന് പറയുന്നത് കാശിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് ഈ ടോപ്പിക്കിന്റെ സൈഡിലൂടെ ഞാൻ പറയുകയാണ്. ഏതായാലും എന്റെ മൂന്നാമത്തെ ഷുഗറിന്റെ എസിന്റെ യു എന്ന് പറയുന്നത്, ജി എന്ന് പറയുന്ന ഗോളാണ്. ഫസ്റ്റത്തെ എസ് എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്, യു എന്ന് പറയുന്നത് യുണീക്നെസ് ആണ്, ജി എന്ന് പറയുന്നത് ഗോളാണ്. ഗോള് സെറ്റ് ചെയ്യുക. നമുക്ക് കുട്ടികളോട് മാത്രം പറഞ്ഞാൽ അവന്റെ മുമ്പിൽ ഒരുപാട് പിന്നെ ട്രെയിനേഴ്സ് ഉണ്ട്, അവരോടൊക്കെ എനിക്ക് ഒരാളുടെ കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല. 2035 ഞാൻ ഇത്ര രാജ്യം സന്ദർശിച്ചു. 2035 ഞാൻ എന്റെ വണ്ടി പിന്നെ എന്താണ് ബെൻസ് ആക്കും. 2035 പിന്നെ ഞാന് പിന്നെ പുതിയൊരു വീടെടുക്കും. 2035 എന്റെ ബിസിനസ് 2 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് എന്താ കൂടെ സെറ്റ് ചെയ്താല് കുട്ടികൾക്ക് മാത്രം പറ്റിയ സാധനമാണത്. നമുക്ക് ഇങ്ങനെ ഏജ് വയസ്സ് കൂടി എന്നൊക്കെ വെറുതെ തോന്നുന്നത്. നമുക്ക് ഇനി ഒരുപാട് വയസ്സുണ്ട്. നമ്മൾ കേട്ട കുറെ കഥകളുണ്ട്, 65-ലും 70-ലൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കഥകളുണ്ട്.
എസിന്റെ ജി എന്ന് പറയുന്ന ഗോളാണ്. പിന്നെ അപ്പോ മൂന്നാമത്തെ എന്ന് പറഞ്ഞ എ ആണ്. എ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ആണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ട് രീതിയിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും. മൈൻഡ് ഒരു വ്യക്തി നമ്മളെപ്പോഴും ഒരു വ്യക്തിക്ക് നെഗറ്റീവ്, എനിക്ക് തോന്നുന്നു നമ്മൾ കാണുന്ന 90% ആൾക്കാർ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൾക്ക് ഇരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്റെ നാട്ടിലുണ്ട് ഒരു മൊയ്തീൻക. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് രാവിലെ മാറ്റി ഇറങ്ങുമ്പോഴേക്ക് മൊയ്തീൻകരെ കണ്ട എങ്ങോട്ടാ എന്തിനാ എപ്പോ ഒന്നും മൊയ്തീൻക ചോദിക്കില്ല. ഫസ്റ്റത്തെ ഡയലോഗ് നിനക്ക് ബസ് കിട്ടൂലെന്ന് പറയാം. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ഏത് ലൈഫില് നമ്മളിങ്ങനെ തളർത്തുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞത് പിന്നെ വാക്ക് വിത്ത് പോസിറ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത് അതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ പോസിറ്റീവ് ആകുക എന്ന് മാത്രമല്ല, വാക്ക് വിത്ത് പോസിറ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത് നമ്മളെ സറൗണ്ടിങ്സിലുള്ള നമ്മളെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ അവർ പോസിറ്റീവ് ആവണം. നമ്മളിപ്പോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ, നമുക്ക് ജോലിയുണ്ട്, ടീച്ചറാണ്, വൈകുന്നേരം ഇപ്പൊ എനിക്ക് 4 മണിക്ക് ശേഷം ഫ്രീ ആണ്, അപ്പൊ അതുകൊണ്ട് ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ച അപ്പൊ 90% അല്ലെങ്കിൽ 75% ആൾക്കാർ നമുക്ക് ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല, സമാധാനമായിട്ട് പോകണില്ലേ, എന്തിനാ ഇനിവേ ആ തലവേദന കൂടി എടുക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ പിന്നെ ചുറ്റുവട്ടമുള്ളവർ പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മൾ വളരൂല. ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ അളക്കുക എന്ന് വെച്ചാൽ 5 പേര് നമ്മുടെ സർക്കിളിൽ നമ്മളെപ്പോഴും ആരുടെ കൂടെയാണോ നമ്മൾ ഉള്ളത് അവരുടെ 5 പേരുടെ സ്വഭാവം നോക്കിയാൽ മതി. 5 പേരിൽ അവരുടെ സ്വഭാവം നോക്കിയാൽ അവന്റെ സ്വഭാവമായിരിക്കും ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ക്യാരക്ടർ. കാരണം അവരുടെ കൂടെയാണല്ലോ താമസം, ഫുൾ ടൈം ഉണ്ടാവും, അവരുടെ കൂടെയാണല്ലോ ടൂർ. ഞാൻ എപ്പോഴും പറഞ്ഞ നമ്മൾ ടൂർ പോകുമ്പോൾ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ ടൂർ പോകണം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ചില ആൾക്കാർ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ പോകുമ്പോൾ, ഞാൻ ടൂർ പോകുമ്പോൾ സ്ട്രേഞ്ചേഴ്സ് ടൂർ ഇതുവരെ ഞാൻ പോയിട്ടില്ലെങ്കിലും ഞാൻ ടൂർ പോകുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ, അതും സ്ട്രേഞ്ചേഴ്സ് തന്നെയാണ്, ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെയാണ് യാത്ര. ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ സീറ്റിലാണ് ബസ്സിലാണെങ്കിൽ പോലും ഞാൻ ഇരിക്കുക. ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെയാണ്. ഇപ്പൊ JCA എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോൾ ഞാൻ താമസിക്കുന്നത് ഒരു പരിചയമില്ല. ഞാൻ അവരോട് തന്നെ അവിടെ റൂം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും, ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വേണം എനിക്ക് റൂമിൽ നിന്ന്. കാരണം നമുക്ക് ആ 2 ദിവസം അവിടെ താമസിച്ചാൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളായിട്ടായി മാറും. ഇപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദ് പോയി, ട്രെയിനിങ്ങിനല്ല, വെറുതെ അവിടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അവിടെ എന്നെ കുറെ ദിവസമായിട്ട് ഇതേപോലെ റൂമിൽ 2 ദിവസം നിന്ന ബാംഗ്ലൂരിൽ ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്ത ഒരു പരിചയമില്ലാത്ത 2 ദിവസം ഒരു വ്യക്തി 2 ദിവസം അവിടെ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. ആ 2 ദിവസം കൊണ്ട് എന്റെ കൂടെ താമസിച്ച എന്റെ ചങ്കാക്കി ഞാൻ മാറ്റും. അവൻ കുറെ ദിവസം ഹൈദരാബാദിലേക്ക് വന്ന് ഒരു പൈസ എടുക്കണമെന്നില്ല, ടിക്കറ്റ് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. ടിക്കറ്റ് ഞാൻ എടുത്തോളാം, അവിടുത്തെ ബാക്കി അങ്ങനെ ഞാനും 4 ദിവസം ഹൈദരാബാദിൽ അവന്റെ കൂടെ ഇരുന്ന് താമസിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എപ്പോഴും നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ. അപ്പൊ അതുകൊണ്ട് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ആൾക്കാർ നമ്മളായിട്ട് സംസാരിക്കൂ. അപ്പൊ അവർക്ക് നമ്മളിപ്പോ ഒരാളെ കണ്ടാൽ തന്നെ, എന്തെങ്കിലും ഒരാളെ കണ്ടാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഒരാളെ കണ്ടാൽ അവൻ എങ്ങനെ നമുക്ക് ഒരു അപ്രീസിയേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ട് സംസാരിക്കും. വെറുതെ തടിയൊന്നും ഉഷാറായുള്ള ബോഡി സെറ്റ് ആയിരുന്നല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്താണ് മുഖം ഒന്നുകൂടി ഒന്ന് പ്രസരിപ്പ് വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ മുഖം ഒന്നുകൂടി ഗ്ലാമർ ആയിട്ടുണ്ട്, ഇട്ട ഷർട്ട് നന്നായി. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ മൈൻഡിൽ ഒരാളെ കണ്ടാൽ, നമ്മളിപ്പോ ടീച്ചേഴ്സ് ആണെങ്കിൽ രാവിലെ ഇറങ്ങുമ്പോൾ ആലോചിക്കേണ്ടത്, ഇന്ന് എന്റെ ക്ലാസ്സിലുള്ള ഒരു ഭയങ്കര വികൃതിയായിട്ടുള്ള കുട്ടിയെ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാം, എങ്ങനെ പോസിറ്റീവായിട്ട് പറയാമെന്നുള്ള. അപ്പൊ പറഞ്ഞു വരുന്നത്, അപ്പൊ ബാക്കി പഠിക്കുന്ന കുട്ടികളെ, നല്ല കുട്ടികൾക്ക് അവർ ഇഷ്ടം പോലെ എപ്പോഴും അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടോ, എപ്പോഴും പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ടോ. കിട്ടാത്തത് ആ ക്ലാസ്സിലെ വികൃതിയായ പഠിക്കാത്ത കുട്ടിക്കാണ്. ആ വികൃതിയായ പഠിക്കാത്ത കുട്ടിക്ക് ആ ഒരു ടീച്ചറെ കയ്യിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ, ഒരു പോസിറ്റീവ് കിട്ടുമ്പോൾ അവന് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരിക്കും, അതിഭയങ്കരമായിരിക്കും. A എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. ദെൻ R എന്ന് പറയുന്ന റെസ്പോൺസ്. നമുക്ക് ലൈഫിൽ കുറെ റെസ്പോൺസ്, അതാണ് സിജി എന്ന് പറയുന്ന ഓർഗനൈസേഷനെ എന്നെ വല്ലാതെ ആകൃഷ്ടനാക്കുന്നത്. ലൈഫിൽ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മള് ജനനം എന്ന് പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയാം, നമ്മുടെ ഒക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയാം. പക്ഷെ നമ്മുടെയൊക്കെ എത്ര സമയമുണ്ട് ഇനി ന്യൂസിയ മാം? 6 മിനിറ്റ് ഉണ്ട്. ഒരു 6 മിനിറ്റ് ഉണ്ട്. ഒരു 3-5 മിനിറ്റ് കൂടെ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം.
ഓക്കെ, കുഴപ്പമില്ല. ഞാൻ 1-2 മിനിറ്റ് നിർത്താം. ഓക്കെ. ഷുഗറിന്റെ ലാസ്റ്റ് 6ലേക്കാണ് എത്തുന്നത്. 6 എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി. അതിൽ ഒരു സംശയമില്ല. ഞാൻ JCയെ കുറിച്ച് പറയുമ്പോൾ JC എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ, സിജി എന്ന ഓർഗനൈസേഷൻ, ഞാൻ എപ്പോഴും സിജിയെ കുറിച്ച് പറയുന്നത് സിജി ഇഹലോകത്തേക്കും JCI പരലോകത്തേക്കുള്ള സാധനമാണെന്നാണ്. അപ്പൊ സിജി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, നിസാം സാർ പറയുന്ന ഒരു ഡയലോഗ് എപ്പോഴും ഉണ്ട്. അവരുടെ നാട്ടില് സ്ഥിരമായിട്ട് പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളുണ്ട്. ഇങ്ങനെ സ്വന്തം കാശിറക്കിയിട്ട് ഇങ്ങനെ. അപ്പം ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവായ ആൾക്കാർ വന്നിട്ട് ചോദിച്ചു, നീ ഇങ്ങനെ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത്, എന്താ കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞൊരു ഉത്തരമുണ്ട്. എന്നെ എപ്പോഴും ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുത്തിയ ഒരു ഉത്തരമാണ്. കിട്ടും, പക്ഷെ നമ്മൾ മരിച്ചു കിട്ടണം എന്നാണ്. നമ്മുടെ ലൈഫിൽ നമ്മുടെ ജനന തീയതി നമുക്കറിയാം, ഡേറ്റ് ഓഫ് അസ്ലം തേഞ്ഞിപ്പുരത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയാം, അസ്ലം തേഞ്ഞിപ്പുരത്തിന്റെ ഡെത്ത് ഓഫ് ഡേറ്റ് നമുക്ക് അറിയില്ല. എന്നാലും നമ്മളൊന്ന് ഇമാജിൻ ചെയ്തിട്ട് ഡേറ്റ് ഓഫ് ബർത്തിന്റെയും ഡേറ്റ് ഓഫ് ഡെത്തിന്റെയും പിന്നെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു ലൈൻ ഉണ്ടല്ലോ, ഡേറ്റ് ഓഫ് ബർത്തിന്റെയും ഡേറ്റ് ഓഫ് ഡെത്തിന്റെയും ഉള്ള ഒരു ഇടയ്ക്കുള്ള ഒരു ലൈൻ. ആ ലൈനിൽ എത്ര പേർക്ക് നമ്മൾ സന്തോഷം ഉണ്ടാക്കി, എത്ര പേർക്ക് കൂടെ നടന്നിട്ട്. നമ്മൾ പറയില്ല, ഹറമിൽ പോയിട്ട് ഇത്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം, ഹദീസാണെന്ന് തോന്നുന്നു, എനിക്കിഷ്ടം പിന്നെ മറ്റൊരാൾക്ക് വേണ്ടി സഹായം ചെയ്യുക എന്നുള്ളതാണ്. ഒരാളുടെ രാവിലെ തന്നെ ഒരാൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ പുറത്തിറങ്ങുക എന്നുള്ളതാണ്. പലർക്കും അറിയാത്തതാണ്. ഇത്രയൊക്കെ കാശ് കൊടുത്തിട്ട് അറിവ് പോകേണ്ട ആവശ്യമില്ല. രാവിലെ ഇന്ന് എനിക്ക് ഒരാൾക്ക് എന്ത് സഹായം ചെയ്യും. ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ അതിന്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ, അവരുടെ മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ ഒരുപാട് കൂലി ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഡേറ്റ് ഓഫ് ഡെത്തിന്റെയും ഡേറ്റ് ഓഫ് ബർത്തിന്റെയും ഡേറ്റ് ഓഫ് ഡെത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ. ആ ലൈനിൽ ആ കാലഘട്ടം, ജീവിക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നമ്മൾ സ്വയം ചോദിക്കണം, ഞാൻ എൻ്റെ ലൈഫിൽ എത്ര പേർക്ക് ഉപകാരം ചെയ്തു, എത്ര പേർക്ക് പാര വെച്ച്, എത്ര പേർക്ക് പണി കൊടുത്തു എന്നുള്ളത് ആലോചിച്ചാൽ നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി, ഷുഗറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്, ആ ഒരു വേർഡ് ഭയങ്കര പവർഫുൾ ആയിരിക്കും. ഒന്നാലോചിച്ചാൽ മതി. നമ്മളെ ലൈഫിൽ നമ്മളെ റെസ്പോൺസിബിലിറ്റി, സിജി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അത് എനിക്ക് തോന്നുന്നു ലോകത്രത്തോളം ഒരു പിന്നെ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ നമ്മളെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു ഓർഗനൈസേഷൻ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഷുഗറിന്റെ എസ് എന്ന് പറയുന്നത് പിന്നെ സെൽഫ് കോൺഫിഡൻസ്, യു എന്ന് പറയുന്നത് പിന്നെ യുണീക്നെസ് ആണ്, ജി എന്ന് പറയുന്നത് ഗോളാണ്, എ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, ആർ എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. താങ്ക് യു സർ. വളരെ നല്ല നാം ക്ലാസ്. എന്താകുന്നുവോ അതിന് ഉത്തരവാദികൾ നാം തന്നെയാണ്. അവിചാരിതമായി മുന്നിലെത്തിയ ഒരു അവസരത്തെ സ്വന്തം ഉത്തരവാദിത്ത ബോധം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും എത്ര മനോഹരമായി മാറ്റിയെടുക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വേദിയിലെത്തി സെൽഫ് കോൺഫിഡൻസ്, യുണീക്നെസ്, ഗോൾ, ആറ്റിറ്റ്യൂഡ്, റെസ്പോൺസിബിലിറ്റി എന്നീ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളെക്കുറിച്ച് ഇത്രയേറെ ആഴത്തിലും രസകരമായും ക്ലാസ് എടുത്ത അസ്ലം സാറിനെ സിജി ഡിവിഷൻ ടീമിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അടിയന്തിരമായി കിട്ടിയ ഒരു അവസരമായിട്ട് പോലും ഓരോ വ്യക്തിയുടെയും സവിശേഷതകളെ തൊട്ടുണർത്തുന്ന രീതിയിൽ വളരെ പ്രചോദനാത്മകമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാറിന് സാധിച്ചു. വഴി നിനക്ക് മുന്നിൽ അടയുമ്പോൾ പുതിയ വഴികൾ വെട്ടിത്തെളിക്കുക, അല്ലെങ്കിൽ അതിലൂടെ നടക്കുക. സാറിന്റെ ഈ വാക്കുകൾ നമ്മുടെ ചിന്തകളെയും ലക്ഷ്യങ്ങളെയും പുതിയൊരു തലത്തിലേക്ക് ഉയർത്തി എന്നതിൽ സംശയമില്ല. താങ്ക് യു സർ. അതോടൊപ്പം തന്നെ ഡിവിഷൻ ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജ് ഷിഫ്ന മാഡം ഉൾപ്പെടുന്ന ഡിവിഷൻ ടീം അംഗങ്ങൾക്കും സ്നേഹം. കൂടാതെ ഓരോ വാക്കും വളരെ ശ്രദ്ധയോടും താല്പര്യത്തോടും കൂടി കേട്ടിരുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളായ ഓരോരുത്തർക്കും നന്ദി. നിങ്ങളുടെ സജീവമായ സാന്നിധ്യമാണ് ഈ ക്ലാസ്സിനെ ഇത്രയും അർത്ഥപൂർണമാക്കിയത്. താങ്ക് യു ഓൾ. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. നമുക്കിന്ന് ആകസ്മികമായിട്ടുണ്ടായ ഒരു തടസ്സമായിരുന്നു നമ്മുടെ ഗസ്റ്റ് ഇല്ലാതിരിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവിന്റെ മരണം കാരണമാണ് അദ്ദേഹത്തിന് ഇന്ന് വരാൻ പറ്റാതിരുന്നത്. പക്ഷെ നമുക്ക് എൻ്റെ ക്ഷണം പെട്ടെന്ന് തന്നെ സ്വീകരിച്ചെത്തിയ അസ്ലം സാറിനെ നമുക്കൊന്ന് പ്രശംസിച്ചേ പറ്റുള്ളൂ. ഫെമിന മാഡം അത് പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ നമുക്ക് ആ ഒരു സമയം, കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു സമയം നമുക്ക് ടാഗോറിന്റെ
പല കാര്യങ്ങളും ഗീതാഞ്ജലിയെ പറ്റിയൊക്കെ പറഞ്ഞു തന്ന നമ്മുടെ സക്കറിയ സാറിനും ഒരു നന്ദി അറിയിക്കുകയാണ്. സാർ അത് കംപ്ലീറ്റ് ചെയ്തില്ല തോന്നുന്നു അല്ലേ? അപ്പോഴേക്കും അസ്ലം സാർ വന്നപ്പം സാർ അത് പെട്ടെന്ന് നിർത്തി തോന്നുന്നു. സക്കറിയ സാർ ഉണ്ടോ ഇവിടെ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യോ? ഐ സർജറി കഴിഞ്ഞ വാർഡിലായതുകൊണ്ടാണ് അധികം ആണ്. മുന്നോട്ട് ആ, പോകാൻ പറ്റാത്തത് കേട്ടോ. ഓക്കെ ആ ഓക്കെ. ആ പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല തോന്നുന്നു അല്ലേ? അതെ അതെ അതെ, അത് കുഴപ്പമില്ല. ആ നമുക്ക് പിന്നെ ആ അവസരങ്ങളിൽ ചെയ്യാം. ഇൻഷാ അല്ലാ. ഓക്കെ സാറേ. ആ ഓക്കെ. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, sir. Thank you, ma'am.